ജൂലൈ 1 ബുധനാഴ്ച അന്താരാഷ്ട്ര പഴദിനം. അപൂർവ ഫലവൃക്ഷങ്ങളിലെ വിസ്മയലോകം തീർത്ത് ചാലിശ്ശേരിക്കാരൻ പുലിക്കോട്ടിൽ ജിജു. സമൂഹത്തിൽ ആർക്കും ഒന്നിനും സമയമില്ല എന്ന് പറയപ്പെടുന്ന കാലത്താണ് എല്ലാ തിരക്കുകൾക്കുമിടയിലും കൃഷിക്ക് സമയം കണ്ടെത്തി മാതൃകയാവുകയാണ് ചാലിശ്ശേരി സ്വദേശി പുലിക്കോട്ടിൽ ജിജു അന്താരാഷ്ട്ര പഴദിനത്തിൽ ശ്രദ്ധേയനാകുന്നത്. ചാലിശ്ശേരിയിൽ നിന്ന് 4 പതിറ്റാണ്ടായി കച്ചവടമായി എറണാകുളത്തെത്തിയ ഇദ്ദേഹം വടുതല ഗ്രീൻ ഗാർഡനിലേക്ക് താമസമാക്കിയ ശേഷമാണ് 2 പതിറ്റാണ്ടിലേറെയായി സ്വന്തം ഭൂമിയെ ഒരു അപൂർവ ഫലവൃക്ഷ ശേഖരമാക്കി മാറ്റിയിരിക്കുന്നത്. 57-ാം വയസ്സിലും യുവത്വത്തിന്റെ ആവേശത്തോടെയാണ് മണ്ണിലിറങ്ങി അപൂർവ ഫലവൃക്ഷങ്ങളുടെയും പച്ചക്കറികളുടെയും വൈവിധ്യമാർന്ന ശേഖരം സ്വന്തമായി ഒരുക്കിയിരിക്കുന്നത്. ചാലിശ്ശേരിയിലെ കർഷക പാരമ്പര്യമുള്ള പിതാവ് പുലിക്കോട്ടിൽ കുഞ്ഞലിൽ നിന്നാണ് കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. ബാല്യത്തിൽ പിതാവിനോടൊപ്പം വയലുകളിലും പറമ്പുകളിലും ചെലവഴിച്ച നിമിഷങ്ങളാണ് പിന്നീട് കൃഷിയോടും പ്രകൃതിയോടുമുള്ള സ്നേഹമായി വളർന്നത്. എറണാകുളത്ത് 3 സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അരേക്കർ ഭൂമിയിലാണ് ജിജുവിന്റെ കൃഷിത്തോട്ടം. സ്വദേശിയും വിദേശിയുമായ വിവിധം റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, 15-ലധികം മാവുകൾ, 10-ലധികം പ്ലാവുകൾ, വിവിധങ്ങളായ ചാമ്പയ്ക്ക, അരിനെല്ലി, പേര, സപ്പോട്ട, നാരകം, 15ഓളം ഇനം തെങ്ങുകൾ, അമ്പഴം, വെളുത്ത ഞാവൽപ്പഴം, കശുമാങ്ങ, ചെറുനാരങ്ങ തുടങ്ങിയ ഫലവൃക്ഷങ്ങൾ ഇവിടെ സമൃദ്ധമായി വളരുന്നു. എന്നാൽ ജിജുവിന്റെ തോട്ടത്തെ വ്യത്യസ്തനാക്കുന്നത് മറ്റ് അപൂർവ ഇനങ്ങളായ ഫലവൃക്ഷങ്ങളാണ്. ഒരു കാലത്ത് രാജകൊട്ടാര വളപ്പുകളിൽ മാത്രം കൃഷി ചെയ്യാൻ അനുമതി ഉണ്ടായിരുന്ന കെപ്പൽ, ഒരു പഴം കഴിച്ചാൽ ഏകദേശം 2 മണിക്കൂർ വരെ പുളിയുള്ള ഭക്ഷണങ്ങൾ വരെ മധുരമായി അനുഭവപ്പെടുന്ന മിറാക്കിൾ ഫ്രൂട്ട്, പ്രമേഹ രോഗികൾക്ക് ഗുണകരമെന്ന് കരുതപ്പെടുന്ന മങ്കോട്ട ദേവ, മുള്ളാത്ത, ജംബോട്ടിക്ക, ബനാന മാങ്ങ, മൾബറി, പൂച്ചപ്പഴം, ക്രാബ് ആപ്പിൾ, ഓറഞ്ച്, ബുഷ് ഓറഞ്ച്, മുന്തിരി, സാൻഡ്രോൾ ഫ്രൂട്ട്, ലെൻസിയം ഡൊമസ്റ്റിക്കം കുടുംബത്തിൽപ്പെട്ട ഡുങ്കോങ് പഴങ്ങൾ, അബിയു തുടങ്ങിയ കൗതുകമുണർത്തുന്ന നിരവധി ഇനങ്ങൾ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഫലങ്ങൾ തരുന്നവയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുന്തിരിയും വീട്ടിൽ നല്ല വിളവ് നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഏതൊരാൾക്കും വിഷരഹിതമായ മുന്തിരിപ്പഴങ്ങൾ വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും വർഷത്തിൽ 2 തവണ മുന്തിരികൾ കായ്ക്കുമെന്നും ജിജു പറഞ്ഞു. പുറത്തുനിന്ന് വിഷമടിച്ച മുന്തിരി വാങ്ങിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാ വീടുകളിലും നമുക്ക് വേണമെങ്കിൽ ഈ മുന്തിരി ഉണ്ടാക്കാം. വേപ്പിപ്പിണ്ണാക്കും എല്ലുപൊടി ഇട്ട് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇത് പൂക്കും. വർഷത്തിൽ 2 പ്രാവശ്യം വരെ നമുക്ക് മുന്തിരി ഉണ്ടാക്കാം. ഇതിപ്പോ നമ്മള് ഓരോ കൊലകളും പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെച്ചിരിക്കുകയാണ്, കിളികളും മറ്റും കൊണ്ടുപോകാതിരിക്കാനായിട്ട്. ഫലവൃക്ഷങ്ങൾക്കൊപ്പം വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറിയും ജിജു കൃഷി ചെയ്യുന്നുണ്ട്. 10-ലധികം ഇനം വാഴകൾ, വെണ്ട, വഴുതന, പയർ, തക്കാളി, വിവിധനം മുളകുകൾ, കുരുമുളക്, ഓമക്കായ, കടച്ചക്ക എന്നിവയും കൂടാതെ കാലാനുസൃതമായി മറ്റു വിളകളും കൃഷി ചെയ്ത് മികച്ച വിളവെടുപ്പ് ലഭിക്കുന്നുണ്ട്. ഒരു വിത്ത് മുളയ്ക്കുന്നത് മുതൽ അത് വളർന്ന് ഫലം തരുന്നവരെയുള്ള ഓരോ ഘട്ടവും ജിജു സൂക്ഷ്മമായി നിരീക്ഷിക്കും. ഇലകളിലെ നിറം മാറുന്നതും തണ്ടുകളിലെ വളർച്ചയും വേരുകളുടെ ആരോഗ്യം വരെ ശ്രദ്ധിക്കുന്ന അദ്ദേഹത്തിന് ഓരോ ചെടിയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെയാണ്. ചെടികളുടെ സ്വഭാവം, ആവശ്യങ്ങൾ മനസ്സിലാക്കി പരിപാലിക്കുന്നതിനാൽ കൃഷിയിടം എന്നും പച്ചപ്പിന്റെ നിറവിലാണ്. വീട്ടിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ പോലും കൃഷിയിടത്തിലെ തെങ്ങുകളിൽ നിന്നാണ് തയ്യാറാക്കുന്നത്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, തെങ്ങ് എന്നിവയ്ക്കൊപ്പം വിവിധ തരത്തിലുള്ള 300ഓളം വാഴകളും ജിജു കൃഷി ചെയ്യുന്നുണ്ട്. സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ദേവാലയങ്ങളിൽ ആദ്യഫല ശേഖരമായി സമർപ്പിക്കുന്നതാണ് വർഷങ്ങളായുള്ള ശീലം. തുടർന്ന് ഇവയെല്ലാം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയൽവാസികൾക്കും പങ്കുവെക്കുന്നതിലാണ് അദ്ദേഹം കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. കൃഷിയിടത്തിൽ ജൈവ സൗഹൃദ കൃഷി രീതികളാണ് പിന്തുടരുന്നത്. തെങ്ങോലകൾ, കരിയിലകൾ തുടങ്ങിയ ജൈവാവശിഷ്ടങ്ങൾ കമ്പോസ്റ്റാക്കി വീണ്ടും കൃഷിക്ക് ഉപയോഗിക്കുമ്പോഴും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഓരോ വിളയ്ക്കും അനുയോജ്യമായ രീതിയിൽ നല്ല ചുവന്ന മണ്ണ് എത്തിച്ചാണ് കൃഷി പരിപാലിക്കുന്നത്. രാവിലെ ആരംഭിക്കുന്ന കൃഷിപ്പണി വൈകുന്നേരം വരെ തുടരും. സഹധർമ്മിണി ബിന്ദുവും മക്കളായ ബിസ്നയും ജിസ്നയും മരുമകൻ സുനിൽ സി സണ്ണി എന്നിവർ നൽകുന്ന പ്രോത്സാഹനമാണ് കൃഷിയോടുള്ള അർപ്പണബോധത്തിന് ശക്തി പകരുന്നത്. അപൂർവ ഫലവൃക്ഷങ്ങളും വൈവിധ്യമാർന്ന വിളകളും സംരക്ഷിച്ചുകൊണ്ട് കർഷകനായി മാറിയ ജിജു കൃഷിയുടെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന മാതൃകാ കർഷകൻ കൂടിയാണ്. കൃഷിയോടുള്ള താല്പര്യം വളർത്താനും പ്രകൃതിയോട് ചേർന്ന ജീവിതത്തിന്റെ സന്ദേശം പകരാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാണ്. 15 വർഷമായി എറണാകുളം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, എറണാകുളം സെന്റ് എസ്താത്യോസ് യാക്കോബായ ഓർത്തഡോക്സ് സുറിയാനി പള്ളി ട്രസ്റ്റി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു.